ഇന്ന് നമ്മൾ സെയിം ബാറ്റർ കൊണ്ട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പം ഉണ്ടാക്കി, പിന്നെ നല്ല സോഫ്റ്റ് പൂ പോലത്തെ ഇഡലി ഉണ്ടാക്കി, പിന്നെ നല്ല ക്രിസ്പി ദോശ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ദോശ ഉണ്ടാക്കി. അപ്പോൾ ഈ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പൊന്നിയരിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പൊന്നിയരി, അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് പൊന്നിയരി എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് ഉഴുന്നെടുക്കുക. അപ്പോൾ നമ്മളിവിടെ 3 ഗ്ലാസ് പൊന്നിയരി എടുത്തു, പിന്നെ 1.5 ഗ്ലാസ് ഉഴുന്നെടുത്തു. ഉഴുന്നിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തു കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക, വെള്ളം ക്ലിയർ ആവുന്ന വരെ കഴുകണം. ഇതിപ്പോൾ രാവിലെ 9 മണിക്കാണ് വെള്ളത്തിൽ കുതിരാനിടുന്നത് കേട്ടോ നമ്മൾ. അപ്പോൾ ക്ലീനാക്കിയ അരി ഉഴുന്നിലും നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കുക. നമ്മൾ ഈ വെള്ളം തന്നെ, ഈ ഉഴുന്നിലൊഴിക്കുന്ന വെള്ളം കൊണ്ടാണ് നമ്മളിത് മാവ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് ആ വെള്ളം കൊണ്ടരിക്കുമ്പോൾ. അപ്പോൾ ഉഴുന്നിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഇനി അടച്ച് വയ്ക്കുക. ഇത് ഒരു 9 മണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ 9 മണിക്കൂർ ആകുമ്പോഴേക്കും ഈ ഉഴുന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുളയ്ക്കാൻ തുടങ്ങും. ഇതിപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞു കേട്ടോ. 6 മണി കഴിഞ്ഞിട്ടാണ് ഇത് അരയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഉഴുന്നൊന്ന് നോക്കിക്കോളൂ കേട്ടോ, ഉഴുന്നിൽ ചെറുതായിട്ട് മുള വന്നിട്ടുണ്ടാവും. നമുക്കിത് വേണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ കുതിർത്തിട്ടും അരയ്ക്കാൻ പറ്റും, ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ. പക്ഷേ ഈ 9 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് മുളച്ച് വരും. അപ്പോൾ മുള വന്ന ഉഴുന്ന് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 9 മണിക്കൂറിൻ്റെ കണക്ക് കേട്ടോ. നമ്മൾ ഈ വെള്ളം വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ഈ വെള്ളം കൊണ്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി വെള്ളം ഇത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേറെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഉഴുന്ന് അരയ്ക്കുക. ഉഴുന്ന് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കറക്കി കഴിഞ്ഞാൽ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഉഴുന്ന് തണുപ്പിക്കാനും വെക്കേണ്ട, ഒന്നും ചെയ്യണ്ട കേട്ടോ. ചൂടാവില്ല, അത്ര അധികം നേരമൊന്നും അരയ്ക്കണ്ട. 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുത്തു. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് അരിയാണ്. അപ്പോൾ അരിയിലത്തെ വെള്ളവും മാറ്റി. ഈ വെള്ളം നമ്മളവിടെ എടുത്തു വെക്കുക. ഇനി ഉഴുന്നിൻ്റെ ആ വെള്ളം മാറ്റി വെച്ചത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിയും അതെ 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത്. ഈ അരിയിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ചോറോ അവിലോ ഒന്നും ചേർക്കണില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡലിയും ഒക്കെ കിട്ടും. ഇതും അതുപോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഈ ബാറ്ററിൻ്റെ ലൂസ് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. നമ്മളിവിടെ ചെയ്യണത് ഇങ്ങനെ ചെയ്തിട്ട് നന്നായി പൊന്തി വരും, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇഡലിയും ദോശയൊക്കെ കിട്ടാറുണ്ട്. ഇനി നല്ല കൈയൊക്കെ കഴുകിയിട്ട് അതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം കൈ കൊണ്ട് മിക്സ് ചെയ്യണതാണ് കുറച്ചും കൂടെ നല്ലത്. നന്നായിട്ട് ഇളക്കിയിട്ട് അതിൽ എയർ ബബിൾസ് വരും, അതാണ് അതിൻ്റെ പാകം. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ അല്ലേ മാവ് പുളിപ്പിക്കണത്, അങ്ങനെ ഉണ്ടാവുന്നതാണ് പറയുന്നത് കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇനി അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, കണ്ടില്ലേ എയർ ബബിൾസ് ഉണ്ടില്ലേ, അതിൽ അടച്ചു വയ്ക്കുക. ഇതിപ്പോൾ രാവിലെ 4:30 ആയിട്ടുണ്ട് കേട്ടോ. 4:30 മണിയായിട്ടുണ്ട്. ആ സമയത്തായപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ തലേദിവസം ഉപ്പൊന്നും ചേർക്കാണ്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. മാവ് ഉപ്പില്ലാണ്ടാണ് വെച്ചത്. ഇപ്പോൾ രാവിലെയാണ് അതിൽ ഉപ്പ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണിൽ കുറച്ചും കൂടെ കൂടുതൽ ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് 2 ദിവസത്തേക്കുള്ള മാവാണ് ഇത് അരച്ചത്. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും ഈ സമയത്ത് തന്നെ. ഇനി കൂടുതൽ നേരം വെച്ച് ഇത് പുളിപ്പിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. കാരണം പിന്നെ കുറേ നേരം ഇരിക്കുന്നതോറും ഇത് പുളിപ്പ് കൂടും. അപ്പോൾ നമുക്ക് അത്ര രസം ഉണ്ടാവില്ല ഇഡലിയും ദോശയൊന്നും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ മാറ്റി നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് അപ്പോഴേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടാണ് ഇഡലിയോ ദോശയോ ഊത്തപ്പോ പണിയാരോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുക. ഇതുകൊണ്ട് മസാല ദോശ, ഗീ റോസ്റ്റ് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ.
ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇവിടെ അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ അരച്ച് വെച്ചാൽ പിന്നെ എപ്പോഴെപ്പോഴും അരയ്ക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇന്നേക്ക് ആവശ്യമുള്ളത് കുറച്ചെടുത്തിട്ട് ഈ ലൂസാണ്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. തലേ ദിവസം ഒഴിച്ച വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. പുതിയതായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. ഈ ലൂസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഊത്തപ്പമാണ്. ഇത് ഊത്തപ്പത്തിൻ്റെ റെസിപ്പി അല്ല കേട്ടോ, പക്ഷെ ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ വേണ്ടി ഇത് കാണിച്ചതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അധികം പുളിപ്പൊന്നും ഇല്ലാത്ത ഊത്തപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം അരച്ചു വെച്ച മാവ് കുറേ സമയം പിറ്റേ ദിവസം രാവിലെ 10 മണി 11 മണിയൊന്നും ആകുമ്പോഴൊന്നും എടുക്കരുത്. അപ്പോഴേക്കും ഭയങ്കര പുളിപ്പായിട്ടുണ്ടാവും. രാവിലെ തന്നെ അത് എടുത്തിട്ട് നമ്മളത് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പം കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഇഡലിയാണ്. സെയിം മാവ്, സെയിം കൺസിസ്റ്റൻസി. ഇഡലി ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴേക്കും ആവി കയറ്റിയപ്പോഴേക്കും ഇഡലി നല്ല റെഡിയായിട്ടാ. ഇവിടെ ഇഡലിയുടെ ഈ കുഴി അധികം എന്താ പറയുക, ഡെപ്ത് ഇല്ല. അതുകൊണ്ടൊരു പരന്ന ഇഡലി പോലെ കിട്ടുക കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കുറച്ച് ചൂട് മാറുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഒട്ടിപ്പിടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടും കേട്ടോ. പിന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോണത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കേട്ടോ. ഗീ റോസ്റ്റോ ഇത് മസാല വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ദോശയാക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സെയിം മാവ് തന്നെ നമ്മളെടുത്തത്. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് തീ നന്നായിട്ട് ചൂടാകുമ്പോൾ തീയൊന്ന് കുറച്ച് വയ്ക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് മാവ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് തീയിൽ വെച്ചിട്ട് ഇങ്ങനെ മൊരിച്ചെടുത്താൽ മതി. കരിക്കാണ്ട് എടുക്കണം കേട്ടോ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇതേ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ. അപ്പോൾ കണ്ടില്ലേ, ഇതേ മാവ് കൊണ്ട് നമ്മൾക്ക് വേറെ ഒന്നും വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. സെയിം തന്നെ. അതുകൊണ്ട് നമുക്ക് പലതരം സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ. മസാല ദോശയാകുമ്പോൾ മറിച്ചിടണ്ട. സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ദോശയാകുമ്പോൾ ഒന്ന് മറിച്ചിടണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ അരിയും ഉഴുന്നും ഒക്കെ കുതിർത്തി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.